നിങ്ങളുടെ ജീവിതം നശിച്ചു കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അത് തിരിച്ചുപിടിക്കാൻ വേണ്ട വഴികൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോ പറയുന്നത്. ഇതിൽ 5 സ്റ്റെപ്സ് ആണ് വിശദീകരിക്കാൻ പോകുന്നത്. നമുക്ക് അത് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിക്കണം. വെറുതെ യൂട്യൂബിൽ കാണുന്ന മറ്റൊരു വീഡിയോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് തള്ളിക്കളയരുത്. കൺസിസ്റ്റൻ്റായി ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ 100% ഞാൻ ഉറപ്പ് നൽകാം, നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. ഇനി നമുക്ക് ആ സ്റ്റെപ്സ് ഏതെല്ലാമാണെന്ന് നോക്കാം. 1. നിങ്ങൾ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുക. ബ്രഷ് ചെയ്ത് ഷവർ ചെയ്ത് ഫ്രഷ് ആവുക. എല്ലാ ദിവസവും പുതിയ ഒരു തുടക്കത്തിൻ്റെ അനുഭൂതി നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. നിങ്ങൾ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിൽ വലിയ കാര്യമുണ്ട്. നിങ്ങളുടെ ബോഡിയെ റെസ്പെക്റ്റോടെ ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും ഫ്രഷ് ആയിരിക്കും. വൃത്തി എന്ന സ്റ്റെപ്പ് ആദ്യം തന്നെ പറഞ്ഞതിൻ്റെ കാരണവും അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാണ് ക്യാരക്ടർ. ആ ക്യാരക്ടറിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നാൽ ബാക്കി എന്ത് ചെയ്താലും ഒരു എംപ്റ്റിനെസ് മനസ്സിൽ കടന്നുകൂടും. അത് വളരെ ഡേഞ്ചറാണ്. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന ആ എംപ്റ്റിനെസ് സമയം കൂടും തോറും വികസിച്ച് നിങ്ങളുടെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്താൻ തുടങ്ങും. നിങ്ങൾ അതിന് എതിരെയാണ് പ്രവർത്തിക്കേണ്ടത്. 2. നിങ്ങളുടെ ചുറ്റുപാടിൻ്റെ വൃത്തി. ശരീരത്തിൻ്റെ വൃത്തി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറും. നിങ്ങളുടെ റൂം ക്ലീൻ ആക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടും നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ടേബിളും എല്ലാം ഓർഗനൈസ് ആക്കി വെക്കുക. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സാധനങ്ങൾ വലിച്ചുവാരി ഇട്ടാൽ നിങ്ങളുടെ മനസ്സിന് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ലഭിക്കാൻ പോകുന്നത്. അത് നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങൾ തന്നെ മാറ്റിയെടുക്കുക. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ചുറ്റുപാട് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക. പകുതി വെച്ച് നിർത്തിയാൽ നിങ്ങൾ അറിയാതെ തന്നെ മനസ്സിൽ ഒരു ടെൻഷൻ കുടന്നുകൂടും. അത് ചെയ്തു തീർത്താൽ അതിൻ്റെ റിസൾട്ടായിട്ട് മനസ്സിൽ ഹാപ്പിനെസ് ആണ് ഉണ്ടാവുക. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടാൻ വേണ്ടിയാണ്. വെറുതെ മറ്റൊരു വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്. ഞാനും എൻ്റെ വർക്കിന് റിസൾട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. അത് എൻ്റെ കോൺഫിഡൻസിനെയും ബൂസ്റ്റ് ചെയ്യും. ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആൻഡ് യൂസ്ഫുൾ വീഡിയോസ് ഈ ചാനലിൽ നിരന്തരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് 3ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. 3. പുറത്തിറങ്ങി സമൂഹമായി ഒരു ബന്ധമുണ്ടാക്കുക. ഇത് ചിലർക്ക് കുറച്ച് ടഫായും ചിലർക്ക് വളരെ എളുപ്പമായും തോന്നാം. കാരണം ചിലർ ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷേ മറ്റു ചിലർ വീട്ടിൽ തന്നെ കംഫർട്ട് കണ്ടെത്തുന്നവരായിരിക്കും. എങ്കിലും നിങ്ങൾ ദിവസവും പുറത്തിറങ്ങാൻ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വെറുതെ ജസ്റ്റ് ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വാക്ക് ആയാലും മതി. കാരണം അത് നിങ്ങളുടെ ബ്രെയിനിനെ ഏറ്റവും നന്നായി പ്രവർത്തിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത് ഒരാവശ്യം തന്നെയാണ്. 4. എക്സർസൈസ് ചെയ്യുക. നിങ്ങളുടെ ബോഡിക്കും മനസ്സിനും ഒരുപോലെ നല്ലത് വരാനുള്ള ഒരു മരുന്നാണ് എക്സർസൈസ്. നിർബന്ധമായും ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് എക്സർസൈസ്. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ എന്ന്. ചിലപ്പോൾ ശരിയായിരിക്കും, നിങ്ങൾക്കിതെല്ലാം അറിയുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ? അവിടെയാണ് പ്രശ്നം. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ റെഡിയായി, പക്ഷെ ചെയ്യാൻ റെഡിയായോ? അറ്റ്ലീസ്റ്റ് ഒരു നോട്ട് എടുത്തു വെക്കാനെങ്കിലും റെഡിയായോ? സിമ്പിളായിട്ടുള്ള ആ ആക്ഷനിലാണ് ഈ കാര്യം ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് 5ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. 5. ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ എക്സ്പെൻസസ്, ബോഡി, അതുപോലെ ജീവിതത്തിൽ നടക്കുന്നത് എന്തായാലും നിങ്ങൾ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത്, എവിടെയാണ് ശരിയായത് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ചീത്ത ശീലങ്ങൾ മാറ്റിയെടുക്കാനും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാനും അതിനെല്ലാം ഉപരി നിങ്ങൾ ഈ കാര്യങ്ങൾക്കെല്ലാം ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നറിയാനും നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ എടുക്കേണ്ടത് ആക്ഷനാണ്. നിങ്ങൾക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു.
നിങ്ങളത് കേട്ടു. ഇനി നിങ്ങളുടെ ഊഴമാണ്.